അങ്ങനെ മീൻപിടുത്തം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. നമ്മൾ നല്ലൊരു വരാലിനെ പിടിച്ചിട്ടുണ്ട്. ബട്ടർഫ്ലൈ കട്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിലൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. താഴെ അവിടെ കനലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയില്ല. ഇനി നമുക്ക് നേരിട്ട് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. കുരുമുളക്, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ വലിയ ജീരകം. ഇനി കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കട്ടാ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരുമിച്ച് നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുത്താലും മതി. കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ മസാലയിൽ നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂണ്. നമ്മൾ പാടത്തുനിന്ന് പിടിച്ചുകൊണ്ടുവന്ന മീനാണ്. നമുക്ക് കടൽ മീൻ പോലെയല്ല. അപ്പൊ ഇതിന് ചിലപ്പോൾ മണ്ണിന്റെ ചേറിന്റെ ഒക്കെ ചുവ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മസാല റെഡി ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ കുറച്ചൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിന് അതിൻ്റെതായ ടേസ്റ്റ് ആണ്. കടൽ മീനിന്റെ ടേസ്റ്റ് ഒരിക്കലും നമുക്ക് പുഴമീനിന് കിട്ടൂല, അല്ലെങ്കിൽ ഇങ്ങനത്തെ പാടത്തുനിന്ന് കിട്ടുന്ന മീനിന് കിട്ടൂല. പക്ഷെ ഈ മീനിന് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല നമ്മുടെ ഫിഷിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് എന്ത് ചെയ്യുക, തേച്ച് കൊടുക്കുക. ഇതിന് മുകളിൽ നമ്മളിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, മസാല ശരിക്കും മാംസത്തിലേക്ക് കിട്ടാനും വേണ്ടിയിട്ട്. നമ്മൾ ഫിഷൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പുറം ഭാഗത്ത് ഈ തൊലിയുള്ള ഭാഗത്തുനിന്ന് മസാല തേച്ച് കൊടുക്കണമെന്നില്ല, അകത്ത് മാത്രം തേച്ച് കൊടുത്താലും മതി. കനല് റെഡി ആകുമ്പോഴത്തേന് നമുക്ക് കുറച്ച് നേരം എന്ത് ചെയ്യാം, റെസ്റ്റ് ചെയ്യാനുള്ള ടൈമുണ്ട്. ഗ്രില്ലിന് മുകളിൽ വാഴയില വെച്ച് അതിന് മുകളിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് വെച്ച് കൊടുക്കുക. അങ്ങനെ കനല് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്രില്ല് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ ഗ്രില്ല് കുറച്ച് പഴയതാട്ടാ, അപ്പൊ അതുകൊണ്ട് ഒരു വാഴയിലയുടെ സപ്പോർട്ട് നമ്മൾ ഇട്ട് കൊടുത്തതാണ്. ഫിഷ് ഇല്ലാത്ത ഏരിയയിലെ കോട്ടായി കൊടുത്തു, അപ്പൊ എയർ പാസേജിൽ കിട്ടിക്കോളും. അത് കഴിഞ്ഞാ ആഹാ, ബട്ടർഫ്ലൈ കട്ട് നമ്മൾ ചെയ്ത സമയത്ത് ഇതിന്റെ സെന്റർ ഭാഗത്തൊരു മുള്ളുണ്ടായിരുന്നു, കണ്ടില്ലേ? ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത്, കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ മുള്ളെടുത്ത് ഒഴിവാക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ തന്നെ നിർത്തിയത്. ആ മുള്ളിങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാ, നല്ല വേവായിട്ടുണ്ട്. നമുക്കൊരു പീസ് ഇവിടെ നിന്ന് എടുത്ത് നോക്കാം. നല്ല ചൂടാണ്, അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മാനസിക സംതൃപ്തി എന്താ പറയുക, നമ്മൾ പോയി പിടിച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കി കഴിക്കുക, ആ ഒരു ഫീൽ വേറെ തന്നെയാണ്.